ഹായ് ഹലോ നമസ്കാര വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ പൂക്കളൊക്കെ ഏതൊക്കെ പൂക്കൾ വിരിഞ്ഞു എന്നൊക്കെ ഇന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ പശുവിൻ്റെ കിടാവുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ അതിന് കുറച്ച് പുല്ല് രാവിലെ തന്നെ ആയതുകൊണ്ട് ഇത് നല്ല രീതിയിൽ അമർന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ട് പുല്ലൊക്കെ ഇട്ട് കൊടുത്തു. മുല്ലൊക്കെ ഇന്നലെ തന്നെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ 4-5 കക്കരിക്കേൻ്റെ വിത്തുണ്ടായിരുന്നു. അപ്പോൾ അത് നടണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ നടുന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എനിക്ക് കുറച്ച് സ്ഥലം കിട്ടിയ അപ്പോൾ അവിടെ നടാൻ ഫുൾ കാടാണ്. അപ്പം ഏതാ ചെടിയെന്നൊന്നും അറിയാത്ത കൊണ്ട് അവിടെ കുറച്ച് പുല്ലും എടുത്ത് കളഞ്ഞു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു അത് കുറേ പണിയുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചാക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒന്ന് വിത്തിടാം, പിന്നെ അത് മുളച്ച് വന്നിട്ടാകുമ്പോൾ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിത്തൊക്കെ ഇട്ട് പിന്നെ അതിന് വടി വെച്ചിട്ടൊക്കെ മൂടിയിട്ടു. അപ്പോൾ ഇതൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇത് മുളച്ച് വരും, കുറച്ച് വലുതായിട്ട് പിന്നെ മാറ്റി നടാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കണ്ട് വാലൊക്കെ ആട്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത പണിയാണ് ഇത് നേരാക്കാന്നുള്ളത്. ഇതൊക്കെ വൃത്തിയാക്കി അമ്മ വെച്ചു. ഇത് മുറിക്കാനുള്ള നെക്സ്റ്റ് പണി എനിക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറിച്ചൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ ചായക്ക് എന്താണെന്നൊക്കെ പോയി നോക്കി. അപ്പോൾ ഇന്ന് ചക്ക പുഴുങ്ങിയതും പിന്നെ ചക്ക അടയൊക്കെയാണ്. പിന്നെ ചക്ക കറി വെച്ചതും അതാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ രാവിലത്തേക്ക്. അപ്പോൾ ചക്ക കുക്കറിൽ വേവിച്ചതായിരുന്നു. അതിൻ്റെ വെള്ളം പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നുകൂടി ഗ്യാസിൽ വെച്ച് വെള്ളം കളയാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണിയാണ് ചായ വെക്കാന്നുള്ള പണി. അപ്പം ചായയും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി കഴിക്കാം. അപ്പോൾ ഇന്ന് കഴിക്കാൻ ചക്ക പുഴുങ്ങിയത്, ചക്ക കറി വെച്ചത്, ചക്ക അട, പിന്നെ പാൽ ചായ, പിന്നെ തേനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ചക്കട. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, നല്ല മണമാണ് കേട്ടോ ഇത് തുറക്കുമ്പോൾ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെയുള്ള പണിയാണ്. കുറേ മാങ്ങയുണ്ട്. അതായത് കുറച്ച് 1-2 ദിവസം മുന്നത്തെ കിട്ടിയ മാങ്ങകളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിരുന്നു കേട്ടോ നെക്സ്റ്റ് പണി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കഴുകിയെടുക്കണമായിരുന്നു. അതിങ്ങനെ ഫുള്ളത് അങ്ങനെ കഴുകിയൊക്കെ എടുത്തിട്ട് പിന്നെ തൊലിയൊക്കെ എടുത്ത്. അപ്പോൾ ഇത് കാട്ടുമാങ്ങയാണ് കേട്ടോ. കാട്ടുമാങ്ങയുണ്ട്, മറ്റു മാങ്ങയുണ്ട്. കൂടുതലായിട്ടുള്ളത് കാട്ടുമാങ്ങയാണ്. ഈ കാട്ടുമാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഫുള്ളെടുത്ത് അങ്ങനെ അവസാനം നല്ല പണിയുണ്ട്. ഏകദേശം നല്ല സമയം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ക്ലീനാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ പശുവിൻ്റെ കിടാവിനെ കുറച്ച് കളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് 10-20-25 പപ്പായൻ്റെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടാനായിരുന്നു പിന്നെ നെക്സ്റ്റ് പണി എന്ന് വെച്ചാൽ. അപ്പോൾ സ്ഥലം തീരെ കുറവായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ നട്ടു. പിന്നെ കുറേ നട്ടപ്പോൾ പിന്നെയും ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ മടിയായതുകൊണ്ട് നമ്മൾ ഒരു കുഴിയിൽ തന്നെ ഒരു 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് നട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല സമയമെടുത്തു. കാരണം ഇത് നടേണ്ട സ്ഥലമൊന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ വെച്ചു. അപ്പോൾ അവിടെ തന്നെ 2 പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഒന്ന് ഈ റെഡും പിന്നെ ഒരു മഞ്ഞ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ വീണിട്ടുണ്ടായിരുന്നു. കവുങ്ങിൻ്റെ തടമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഒരു 4-5 പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ പറക്കിയെടുത്ത്. ഇത് റെഡിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. യെല്ലോക്ക് ഒരു പുളിയൊക്കെയാണ്, റെഡിന് നല്ല ഒരു മധുരമാണ്. അപ്പോൾ അതൊക്കെ കളക്റ്റൊക്കെ ചെയ്ത് പിന്നെ നെക്സ്റ്റ് എന്നുള്ളത് പപ്പായ ആണ്. അപ്പോൾ 2-3 പപ്പായ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള 2 പപ്പായ നല്ല രീതിക്ക് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്തു. ഈ പപ്പായൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മാങ്ങയുണ്ടല്ലോ, മാങ്ങേൻ്റെ അതേ ഷേപ്പാണ്. അങ്ങനെ ഞാൻ 2 പപ്പായാണ് പറിച്ചെടുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു 4-5 പാഷൻ ഫ്രൂട്ട്, 2 പപ്പായയും കിട്ടി. അത് കഴിഞ്ഞിട്ട് കൊക്കോ ഉണ്ടായിരുന്നു കേട്ടോ. കൊക്കോ ഇന്നലെ കൊണ്ടുവച്ചതായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് കഴിച്ചു. നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മാങ്ങ ജ്യൂസ് മിക്സിയിലിട്ട് അരക്കാൻ അതിൻ്റെ പണികളൊക്കെ അമ്മ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണിയെന്ന് വെച്ചാൽ മുറ്റടിക്കാനുണ്ടായിരുന്നു. കുറേ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ട് കുറേ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചൂലും കൊണ്ട് ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് നല്ല കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് കൂടുതലായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ടു. അങ്ങനെ അത്യാവശ്യം വൃത്തിയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പിന്നെ അടിച്ച് വാരി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ പശുവിനൊക്കെ പുറത്ത് കെട്ടിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറായി. അപ്പോൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം പശുവിനെ നോക്കാൻ പോയി, എന്താക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. ചെറുതായത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നോക്കാൻ പോയത്. അപ്പോൾ അതിനെ കുറച്ച് കളിപ്പിച്ചിട്ട് ശേഷം അവിടെ കുറച്ച് തക്കാളീൻ്റെ ഒക്കെ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറക്കിയെടുത്ത് പിന്നെ ഉള്ളത് ഇടയ്ക്ക് കുറച്ച് കാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ ഉള്ളത് 2 ചുവന്ന മുളക് നന്നായി പഴുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ വഴുതനങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് പശുവിനെ കൂട്ടിക്കൊണ്ട് വന്ന്. ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. ഉച്ചക്ക് ഇന്ന് മത്തൻ്റെ ഇലക്കറിയും പിന്നെ മത്തിക്കറിയും പിന്നെ മാങ്ങാക്കറിയും പിന്നെ തൈരും പിന്നെ വഴുതനങ്ങക്കറിയും പിന്നെ അതിട്ട ഒരു ചാറുകറിയാണ് ഉണ്ടായത്. ഇതിനകത്ത് മത്തിക്കറി മാത്രമാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അങ്ങനെ നല്ല മഴയത്ത് നമ്മൾ ഞണ്ട് നോക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ഞങ്ങൾ പോയി. പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞണ്ടൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മാങ്ങാ ജ്യൂസ് ഉണ്ടല്ലോ അതൊക്കെ കുടിച്ചു. പിന്നെ നെക്സ്റ്റുള്ള പരിപാടി എന്ന് വെച്ചാൽ കശുവണ്ടി ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ കറിയാണ് കേട്ടോ ഇന്ന് രാത്രത്തേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി. ഇതാട്ടോ കശുവണ്ടി. ഇതിന് നല്ല ടേസ്റ്റാണ് കറി വെച്ചിട്ടൊക്കെ തിന്നാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എടുത്തില്ല. ഏകദേശം 80% കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ രാത്രിയൊക്കെ ആയിട്ടാകുമ്പം ഡ്രസ്സ് ഉണ്ടായിരുന്നു കുറച്ച് മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് പഴം ഉണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഒന്ന് കഴിച്ചു. കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി സീരിയൽ കാണാൻ കിടന്നുറങ്ങില്ല, അത്രേ ഉള്ളൂ. ഗൈസ് വിത്ത് അനദർ വീഡിയോ.